അമൃത, വളരെയധികം ഭയാനകരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കെട്ടിടത്തിൽ, ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അവിടെ ഉറങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവർക്ക് മുകളിലേക്കാണ് ഒരു വിമാനം ഉച്ചയോടുകൂടി വന്ന് പതിച്ചത്. അത് പിന്നീട് വലിയ പൊട്ടിത്തെറിയായി സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് പതിക്കുന്നു. ആ സമീപത്തെ കെട്ടിടങ്ങളിലെ താഴത്തെ നിലയിലൊക്കെയാണ് ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടുവെത്താൻ സാധിച്ചത്. വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കാനെത്തിയിരുന്നത്. ഈ സംസ്ഥാനങ്ങൾ, ഗുജറാത്തിലെ മാത്രമല്ല മറ്റിടങ്ങളിൽ കൂടി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിൽ നിരവധി പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അവരെ പലരെയും സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരുണ്ട്. എന്തായാലും വലിയ ഭയാനകരമായ, രാജ്യം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ വിമാന അപകടങ്ങളിലൊന്നാണ് ഗുജറാത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വിമാനത്തിൽ 242 പേരുണ്ടായിരുന്നു. അതിൽ 241 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ BJ മെഡിക്കൽ കോളേജിൽ നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഏകദേശം 50ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകളല്ല. ഇതിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യമൊന്നും കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം വിമാനം പൂർണ്ണമായും വന്ന് ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ച് ഈ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായെന്നതാണ് ഇനി ഏറ്റവും പ്രധാനമായും കണ്ടെത്തേണ്ടത്. അതിന് ബ്ലാക്ക് ബോക്സ് കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനയും ഈ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ആ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയതാണ്. എന്തായാലും അഹമ്മദാബാദ് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടമായി മാറിയിരിക്കുന്നു. 241 പേരുടെ മരണം വിമാനത്തിലുണ്ടായിരുന്നവരുടെ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് പതിച്ച കെട്ടിടത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും അപകടം, പ്രധാനമായും ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോഴും പുക വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തീ പൂർണ്ണമായും അണച്ചെങ്കിലും അതിൽ നിന്ന് ചെറിയ പുക ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് നിരവധി പേരുടെ പ്രതീക്ഷകളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ദിവ്യ, അതുപോലെ തന്നെ അരവിന്ദ്, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മളെ സംബന്ധിച്ച് മലയാളിയായ തിരുവല്ല സ്വദേശിയായ രഞ്ജിത ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിക്കും ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അമൃത, ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാം. ഈ കൊല്ലപ്പെട്ടവരെ കുറിച്ച് പറയുകയായിരുന്നു അരവിന്ദ്. 241 യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത്. മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവല്ല സ്വദേശിയായ രഞ്ജിത എന്ന യുവതി മരിച്ചിട്ടുണ്ട്. അതുപോലെ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി മരിച്ചിട്ടുണ്ട്. മറ്റ് എവിടെ നിന്നൊക്കെയുള്ള ആളുകളാണ്? ഇവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിലിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? അമൃത, അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നതേ ഉള്ളൂ. ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായത്. അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആ വിവരങ്ങൾ പുറത്തുമാകുക. കാരണം മൃതദേഹങ്ങളടക്കം ഇനിയും തിരിച്ചറിയാനുണ്ട്. കാരണം പൊട്ടിത്തെറി, ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചു വീണതിന് ശേഷം വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. പൊട്ടിത്തെറിയിൽ പൂർണ്ണമായും ചിന്നിച്ചിതറിയ അവശിഷ്ടങ്ങളിലാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലതിനും DNA പരിശോധനകളടക്കം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത്. ഇവിടുത്തെ സമീപത്തെ ആശുപത്രിയിലേക്കാണ് ഈ മൃതദേഹങ്ങളടക്കം മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവരെയും സമീപത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ബാഗുകളും അതുപോലെ തന്നെ അവരുടെ മറ്റ് ഉപകരണങ്ങളുമാണ്. ഈ അപകടം നടന്നതിന് പിന്നാലെ ഈ വിദ്യാർത്ഥികളെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇടുന്നു. അവർ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ്. അതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അവർ ആരൊക്കെയാണെന്നുള്ള കാര്യം പോലും ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉണ്ടാകുമെന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും ആവശ്യമായ ചികിത്സയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടൊപ്പം തന്നെ ഇവിടെ എത്തി സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ കണ്ടിരുന്നു. എല്ലാവർക്കും പൂർണ്ണ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലച്ചിരിക്കാതെ എത്തിയ ഒരു അപകടമാണ്. എന്താണ് ഇനി അപകടത്തിന് കാരണമായതെന്നാണ് ഇനി കൃത്യമായ ഒരു പരിശോധന നടക്കേണ്ടത്. ബ്ലാക്ക് ബോക്സുകളിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഒരു വശത്ത് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ ശക്തമായ പരിശോധനകൾ നടക്കുന്നു. എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കുന്നു. നമ്മളിപ്പോൾ കണ്ടതാണ്, ഈ ലാൻഡിംഗ് ഗിയറുകൾ അടക്കം വിമാനത്തിനുള്ളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടോ എന്നതാണ് എല്ലാവരും ഇനി പ്രധാനമായും ചോദിക്കുന്നത്. ആദ്യം പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഈ വിമാനത്തിൻ്റെ
വിമാനത്തിന്റെ ഒരു ഭാഗം മതിലിടിച്ച് അതുപോലെ തന്നെ ഈ കെട്ടിടത്തിലും മരത്തിലും ഇടിച്ചെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും കൃത്യമായി ഇതിലൊരു വിശദീകരണം നൽകുവാൻ സാധിക്കുക. ഇതിനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണ്. പക്ഷേ രാജ്യത്തെ നടുക്കിയ വിമാന അപകടം ഉണ്ടായിരിക്കുന്നു, വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. 241 പേർ മരിച്ചിരിക്കുന്നു. ഇനി ആശുപത്രി ഈ BJ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ബാക്കി പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നത്. അമൃത, അതെ, അപകട കാരണം എന്താണ് എന്ന് തന്നെയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിന് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക വളരെ അത്യാവശ്യമാണ്. അതുവരെ ഇത്തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ പക്ഷി ഇടിച്ചതാകാം, അല്ലെങ്കിൽ അരവിന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലൊക്കെ പറയുന്നത് പോലെ കെട്ടിടത്തിലും മരത്തിലുമൊക്കെ വിമാനം തട്ടിയ ഒരു അപകടത്തിലേക്ക് കടന്നതാവാം. അതുമല്ലെങ്കിൽ എഞ്ചിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായതായിരിക്കാം. അതൊക്കെ നമുക്കിപ്പോൾ സാധ്യതകൾ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഒരു സ്ഥിരീകരണം ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും അഹമ്മദാബാദിലെ ഈ അപകടം നടന്ന BJ ഹോസ്റ്റലിൽ നിന്നാണ് മീഡിയ 1 സംഘം തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ